ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണിത്. ഇതിൽ ഞാൻ വരച്ച കളറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കൂടുതൽ ഞാൻ പെൻസിൽ ഷെയ്ഡിങ്ങൊക്കെയാണ് കൊടുത്തത്. ഒന്നോ രണ്ടോ ഡോൾ പെയിൻറ്റിങ്ങൊക്കെ. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റ് ചെയ്തതും ഡ്രോയിങ്ങും ഒക്കെ കാണാം. ഞാൻ കുറച്ചേ വരച്ചുള്ളൂ. ഞാൻ ഇത് വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ചൊക്കെ വരച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ വരച്ച കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ചിത്രമാണ്. ഇതങ്ങനെ ഒരു ഇമ്പ്രസ് ആവാനുള്ള കാര്യമല്ല, ഡ്രോയിങ് അല്ല. ഇത് വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരു പിക്ചർ ഒരു കുട്ടീനെയാണ് വരച്ചത്. പിന്നെ ഞാൻ വരച്ചത് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ബ്രൈഡൽ ലുക്ക് പോലത്തെ ഒരു കല്യാണത്തിന് അങ്ങനത്തെ ഒരു ഡ്രസ്സ് മോഡൽ ഇതാണ്. പിന്നെ ഒരു കുട്ടി ഇങ്ങനെ പൂവൊക്കെ തല വെച്ചിട്ട് അതുപോലത്തെ എന്തൊക്കെ പിക്ചർ വരച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ വരയ്ക്കാൻ നോക്കിയതാണ്. അവളെ പാവാടയും ഡ്രസ്സൊക്കെ അത് നടന്നില്ല. പിന്നെ ഇത് മുടി വെറുതെ വരച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചറാണ്. ഫസ്റ്റ് തന്നെ മിക്കി മൗസ് ആണുള്ളത്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് വരച്ചു. പിന്നെ ഹലോ കിറ്റു ആണ്. ഇതൊക്കെ എനിക്ക് അറിയാൻ വെറുതെ ഒന്ന് ജസ്റ്റ് വരച്ചതാണ്. പിന്നെ ഷിസുക്ക ഇവളുടെ പേരാണ്. അപ്പോൾ ഇവളെനിക്ക് നല്ല എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ പോലെയാണ്. അപ്പം ഈ 3 ക്യാരക്ടർ വരച്ച. പിന്നെ ഒരു ചെറിയൊരു കുട്ടി കിടക്കുന്ന പോലത്തെ മേഘത്തിൽ കിടക്കുന്ന പോലത്തെ ഒരു പിക്ചറാണ്. സ്റ്റാറും ഒക്കെ ഉള്ളത്. ക്യൂട്ട് ബേബി എന്നൊക്കെ പറഞ്ഞ് അത് ചെറിയൊരു ഒരു പിക്ചറാണ്. പെൻസിൽ ഡ്രോയിങ് ആണിത്. ഇതിലൊക്കെ കൂടുതലും പെൻസിൽ ഡ്രോയിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു പുഴ, അങ്ങനത്തെ റിവർ പോലത്തെ മലൻ്റെ ഒരു ചെരുവിൽ ഒരു പുഴ, അങ്ങനത്തെ ഒരു പിക്ചറാണ്. അങ്ങനത്തെ മരമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഇതാണ്. ഇതും ഏകദേശമൊക്കെ ഒന്നാണ്. എന്നാലും മലയും മരമൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇതിൽ ഞാനൊരു ഫിഷിനെ വലുതാക്കി വരച്ച് വെറുതെ ഞാൻ ഫിഷിനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു എൻ്റെ അനിയത്തിക്ക്. പിന്നെ ഞാൻ ഇതൊരു ഫിഷ് ടാങ്ക് അങ്ങനെ ആക്കി. അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരച്ചത് മഴ നനയുന്ന ഒരു കുട്ടികളെ ഇതാണ് വരച്ചത്. നിങ്ങൾ കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. മഴ നനയുന്ന ഒരു കുട്ടികളെ ആ ഒരു ഡ്രോയിങ്ങാണ് ഞാൻ വരച്ചത്. നെക്സ്റ്റായിട്ട് ഞാൻ ലാസ്റ്റായിട്ട് വരച്ചൊരു പിക്ചറാണ്. ഇത് മാത്രമാണ് ഞാൻ പെയിൻ്റായിട്ട് ഇതാക്കിയിട്ടുള്ളത്. ഇത് ഒരു മരത്തിൻ്റെ ഒരു ഇടയിൽ കിളികളൊക്കെ ഇങ്ങനെ, ഇത് കിളിയാട്ടോ, ഇങ്ങനെ പറന്നൊരു രീതിയിൽ കിളിയൊക്കെ പറക്കുന്നു ഇരിക്കുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഒരു മരമൊക്കെ ആ ഒരു രീതിയിലാണ്. ഈ പിക്ചർ നിങ്ങൾക്ക് എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ തോന്നും. ശരിയാണ്. ഈ ഒരു പിക്ചർ പോലെ ഒരു വരയ്ക്കാൻ നോക്കിയതാണ്. കിളി നിൽക്കുന്നത് പറക്കുന്നതൊക്കെ ആയിട്ടുള്ള വരയ്ക്കാൻ നോക്കിയതാണ്. അത് ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ഇതിലായി ഇങ്ങനത്തെ ചില്ലകളൊക്കെ പിന്നെ ഈ മരം പൂ ഒക്കെ ഉള്ളൊരു ഇതാണ്. അങ്ങനത്തെ കുറച്ച് ഒരു ക്യൂട്ടായിട്ടുള്ള ഇതാണ്. എൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് എന്ന് പറയുന്നത്. നല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ ഞാൻ വരച്ചത് ഇതാക്കിയതൊക്കെ. ഇനി നമുക്ക് എൻ്റെ അനിയത്തിൻ്റെ കാണാം. അവൾ കുറേ എന്തൊക്കെ വരച്ചതാണ്. പിന്നെ ഞാനും കുറേ വരച്ച് സഹായിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റേത് ഇതാണ്. ഇനി അവളത് കാണാം. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിൻ്റെ ഡ്രോയിങ് ബുക്ക്. അവളുടെ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ പറയുക, അവളുടെ ചെറിയൊരു നോട്ട്ബുക്കാണ്. അപ്പം അവൾ
ഡ്രോയിങ്ങിൽ ആദ്യം അവൾ കവാശികൾ കൊണ്ടൊക്കെ എന്തൊക്കെയോ അടിപൊളി ഇതാക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഹെലോ കിറ്റാണ്. ഹെലോ കിറ്റിൻ്റെ എന്തൊക്കെ അവൾ അറിയണ പോലൊക്കെ അവൾ കഴിവിന് വരച്ചതാണ്. പിന്നെ ഇവിടെ നിന്നില്ല, ഇവിടെ ഒരു ഹെലോ കിറ്റിൻ്റെ തല മാത്രമാണ്. അവൾ തന്നെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരച്ചത് ഒരു കൊടയാണ്. കൊട നിൽക്കുന്നത് എന്തൊക്കെ ഇതിൽ വരച്ചതാണ്. പിന്നെ ഒരു മുടി, പിന്നെ ഒരു കുട്ടീനെ ഒക്കെയാണ് കൊട പിടിച്ച് വെക്കുന്നത്. അങ്ങനത്തെ പിന്നെ ഒരു കുട്ടിയും പിന്നെ ഒരു ഇതൊക്കെ വരച്ചാണ്. റോസാപ്പൂവൊക്കെ അവളെന്തൊക്കെ നോക്കിയൊക്കെ വരച്ചാണ്. പിന്നെ ഒരു ബിയറും മൂങ്ങയും അതെന്തോ അവളാക്കി വരച്ച ഓളെ കൈ വരച്ചാണ്. പിന്നെ ഒരു പിക്കാച്ചുവിനാണ്. പിക്കാച്ചു ഇതിൻ്റെ പെയിൻ്റാണ് കേട്ടോ. ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ഇതാണ് പിക്കാച്ചുവിൻ്റെ ഒരു ചിത്രം അവൾ നോക്കി വരച്ചാണ്. പിന്നെ ഒരു മീൻ എന്തൊക്കെ ആക്കി വരച്ചതാണ്. ഞാൻ ഫിഷ് ടാങ്ക് വരയ്ക്കുമ്പോൾ അതിലത്തെ മീനെടുത്ത് വരച്ചതാണ്. പിന്നെ അത് അവൾ ഫിഷ് ടാങ്ക് വേറെ വരച്ചതാണ്. തന്നെ സ്വയം വരച്ചതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പിക്ചർ. പിന്നെ അവൾ ഒരു ബർത്ത്ഡേ പാർട്ടി പോലത്തെ ഒരു ഹാപ്പി എന്നുള്ളൂ, ബർത്ത്ഡേ അവൾ എഴുതിയിട്ടില്ല. അപ്പം ഇത് ഒരു ബർത്ത്ഡേ പാർട്ടി പോലത്തെ ഒരു ഇതാണ്. പിന്നെ അവൾ പെയിൻ്റാണ് ചെയ്തത്. ഈ പെയിൻറ്റിൽ എന്താ പറയുക, ഒരു നടക്കുന്ന പാതയും പിന്നെ ഇവിടെ ഒരു വയൽ പോലെ പിന്നെ ഒരു തോടൊക്കെ പോലത്തെ ഒരു ഇതാണ്. പിന്നെ നല്ല കൂടിയ സ്ഥലം പോലെയാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പരമാവധി ഓളാണ് നോക്കി ഒക്കെ വരച്ചത്. ഇവിടെ കാക്ക വരയ്ക്കുന്നുണ്ട്, കാണുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓളെന്നെ സ്വയം വരച്ചാണ്. ഞാനത് സഹായിച്ചിട്ടേ ഇല്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയൊക്കെ ഓൾ വരച്ചോ എന്നൊക്കെ വിചാരിക്കും. ഇത് അവൾ സഹായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ സഹായിച്ചിട്ടില്ല. ഈ ഒരു മരഞ്ചില്ലക്കൂടെ ഈ കിളീനെ, പഞ്ചവർണ്ണ കിളിയാണ്, ആ ഒരു കിളീനെ വരച്ചാണ്. നിങ്ങൾ എന്തായാലും ഇത് അവൾ ഒറ്റയ്ക്ക് വരയ്ക്കില്ല, ഒരിത് നോക്കിയിട്ടായിരിക്കുമല്ലോ. അവൾ പഴയ ഡ്രോയിങ് ബുക്കിൽ മുമ്പിൽ എന്താ പറയുക, ഇപ്പം ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു പിക്ചറാണ്. അത് അവൾ നോക്കി വരച്ചതാണ് സംഭവം. ഒരു ചില്ലയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അവൾ സ്വയം വരച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പോയി അതാ കിട്ടുന്നില്ല, ഒട്ടിയെന്ന് തോന്നുന്നത് ഇല്ല. ഓക്കെ. പിന്നെ അവൾ വരച്ചത് ഈ ഒരു പിക്ചറാണ്. ഒരു ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ ഫുള്ള് ഇതാക്കി, പിന്നെ ഇവിടെ ഒരു സണ്ണ്, ഈ ഒരു സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെയിൻ്റ് കൊണ്ട് കുടഞ്ഞൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറാണിത്. നൈറ്റ് പിക്ചറാണ്. ഇതൊക്കെ അവൾ സ്വയം വരച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തെന്നുള്ളൂ. അവൾ തന്നെ വരച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവൾ വരച്ചത്. എനിക്ക് ഇതും പിന്നെ ഈ ഒരു പിക്ചറും, ഈ മൂന്നെണ്ണമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ മൂന്നെണ്ണമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അത് കിട്ടുന്നേ ഇല്ല. ഈ മൂന്നെണ്ണമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതും പിന്നെ ഇതും ഇതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിതും ഈ ഒരു ബേബിക്ക് എടുക്കുന്നതും പിന്നെ ഈ ഒരു പിക്ചറും പിന്നെ ഇതുമാണ് എനിക്കിഷ്ടപ്പെട്ടത്. എന്താ പറയുക, ഇത് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ഓപ്ഷനിലാണ്. ഇതിൽ രണ്ടിലും എനിക്ക് ഏതെങ്കിലും, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും പിന്നെ ഈ ഒരു ബേബിൻ്റെതും പിന്നെ ഇതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണിത്. മൈ ഫേവറേറ്റാണ്. ഈ ഒരു പിക്ചർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. എന്താ പറയുക,
ഈ ഒരു പിക്ചറാണോ, ഇതിലേതാണ് ഇഷ്ടപ്പെട്ടത്, മായാതാനി എന്നാണോ, അങ്ങനെ ഏതാണെന്ന് നിങ്ങൾ പറയാം. അതുപോലെ തന്നെ നെതിൻ്റെയിലും ഏതാണെന്നുള്ളത് അത് പറയാനുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ചെറിയ മക്കളായതുകൊണ്ട്, ചെറിയ കുട്ടിയായതുകൊണ്ട് ഓരോ കഴിവിനെ വരച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തൊക്കെയാണ്. എനിക്കിതും ഇത് 3 ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. എന്നുവെച്ചാൽ സ്വയം നോക്കി കുറച്ചൊക്കെ നോക്കിയിട്ട് വരച്ച സാധനമാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ ഡ്രോയിങ് ബുക്കും എൻ്റെ അനിയത്തിൻ്റെ ഡ്രോയിങ് ബുക്കൊക്കെ കാണിച്ചൊരു വീഡിയോ ആണ്. എനിക്കെന്തായാലും എൻ്റെതും ഓളതിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓളതൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഓളൊക്കെ വരച്ചത്. എൻ്റെ ഞാനും മനോഹരമായിട്ടാണ് വരച്ചത്. നിങ്ങൾക്ക് എൻ്റെയിലും ഓളയിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ഏതാണെന്നൊക്കെ നിങ്ങൾ പറയുക. ഓളയിലൊക്കെ കുറേ വീഡിയോ ഒന്ന് ബാക്കോട്ട് ആക്കിയാൽ ഞാൻ കാണിച്ച ഡ്രോയിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഞാൻ ബൈ പറയാണ്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറേയൊക്കെ നല്ല രീതിയിലാണ് വരച്ചത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഓക്കെ, ബൈ.